ഹായ് എവ്രി വൺ, ഇന്നൊരു ഹോം മെയ്ഡ് പിസ്സ ആയാലോ. സോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന് വേണ്ടി ചോപ്പ് ചെയ്ത ഓണിയൻ, ക്യാപ്സിക്കം, അതുപോലെ തന്നെ ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. സോ നമുക്ക് ഫസ്റ്റ് അതിനുള്ള പേസ്റ്റ് ആക്കാം. ഞാനിതിലെല്ലാം ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ചെയ്തത്. സോ ഒരു 1/2 സ്പൂൺ ഓഫ് ബട്ടർ എടുക്കാം. അത് നന്നായിട്ട് പാനിലൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയനാണ് ആഡ് ചെയ്യുന്നത്. ഒരു ബിഗ്ഗർ സൈസ്, ഒരു മീഡിയം സൈസുള്ള ഒരു ഓണിയൻ എടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു ബ്രൗണിഷ്, ഒരു ഗോൾഡൻ കളർ ആവണം. അതായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ക്യാപ്സിക്കം ആഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാനവിടെ നമ്മൾ ടൊമാറ്റോ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ബ്ലെൻഡ് ചെയ്ത ടൊമാറ്റോയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോൻ്റെ പ്യൂരി ആഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ആഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു കളർ ഒന്ന് മാറി കുറച്ചും കൂടി ഒരു ഡാർക്കർ കളർ വരാൻ വേണ്ടിയിട്ടാണ്. ആ ടൈമിൽ തന്നെ കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഏതും എടുക്കാം, കെച്ചപ്പ് ഏത് വേണേൽ എടുക്കാം. ആ ടൈമിൽ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിഞ്ച് ഓഫ് സോൾട്ട്. ഈ ടൈമിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഒറിഗാനോ ആണ്. നമ്മളെ പിസ്സയിൽ മെയിൻ പാർട്ടാണ് ഒറിഗാനോ. സോ അതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ആൻഡ് ഇനി ഇതൊന്ന് ചൂടാറുന്ന വരെ നമുക്കിത് മാറ്റി വെക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഒരു 3 hours മുന്നേ തന്നെ നമ്മൾ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൈദൻ്റെ ഡോ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്നു. സോ അത് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തൊരു പാനിലേക്ക് ഇതുപോലെ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ആക്ച്വലി ഒരു മീഡിയം പിസ്സയാണ് റെഡിയാക്കിയത്. സോ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഡോ സെറ്റ് ചെയ്തെടുത്താൽ മതി. ഞങ്ങളൊരു ബിഗ്ഗർ സൈസ് പാനിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ ഈ കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ എല്ലാ പോർഷൻസിലും, എഡ്ജസ് ഒഴികെയുള്ള എല്ലാ പോർഷൻസിലും ഇതുപോലെ ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കണം. കുത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനിയിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചീസാണ്. നിങ്ങൾക്ക് മൊസറല്ല ചീസ് യൂസ് ചെയ്യാം. മെയിൻലി യൂസ് ചെയ്യേണ്ട മൊസറല്ല ചീസ് തന്നെയാണ്. ഇനി അതല്ല വേറെ ചീസാണ് വീട്ടിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മൊസറല്ല ചീസ് ആകുമ്പം കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഒരു ചീസി ആ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടും. സോ അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു എഡ്ജസ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലാണ് സോസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ ഗാർണിഷിംഗ് ആണ്. ഇതിൽ ഞാൻ കുറച്ച് ഓണിയൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് ഇതേപോലെ തന്നെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ ക്യാപ്സിക്കം നമ്മൾ ക്യൂബായിട്ടാണ്, ക്യൂബ്സായിട്ട് എല്ലാം ഇതേപോലെ ചെറിയ രീതിക്കാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഇഷ്ടമാണ് എങ്ങനെ വേണം സെറ്റ് ചെയ്യാന്നുള്ളത്. സോ പിന്നെ ചെയ്തത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ഓരോ പീസസ് ആയിട്ട് നമ്മൾ ഓരോ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചിക്കൻ അല്ല അതിന് പകരം സോയാബീൻ അതുപോലെ തന്നെ ബീഫ് ഏതും ട്രൈ ചെയ്യാം. ശേഷം ഞാനിപ്പോൾ അതിലേക്ക് ടോപ്പിങ്സ് ആയിട്ട് കുറച്ചും കൂടി മൊസറല്ല ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ചീസ് എത്രത്തോളം ഇഷ്ടമാണ് അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഒരു ചീസ് ലവറാണ്. സോ ഞാൻ മാക്സിമം അതിലേക്ക് ചീസ് ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഞങ്ങൾ ആക്ച്വലി ഇത് ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാൻ ഉണ്ടെങ്കിൽ ആ പാനിലേക്ക് ഇതുപോലെ താഴത്തെ എന്തെങ്കിലും ബേസ് വെച്ചിട്ട്
നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഈ പിസ്സൻ്റെ പാൻ അടച്ച് വെച്ചാൽ മതി. നമ്മൾ വീട്ടിൽ എന്താ പറയുക ഓവൻ യൂസ് ചെയ്തുണ്ടാക്കുന്ന അതേ ടേസ്റ്റും എല്ലാം ഉണ്ടാകും. അതിൻ്റെ എന്താ പറയുക ഡോ ആണെങ്കിലും ഹാർഡാവാതെ സോഫ്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ സെയിം അല്ലെങ്കിൽ അതിനെക്കാട്ടി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ലാസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇതേപോലെ തന്നെ ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നോർമലി പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, അതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെയുള്ള നല്ല പിസ്സ കിട്ടും. സോ ഡു ട്രൈ.